ഉപതെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ ശേഷിക്കെ നിലമ്പൂരിൽ വെൽഫെയർ പാർട്ടി PDP പിന്തുണയിൽ വിവാദം കത്തിപ്പടരുന്നു. വെൽഫെയർ പാർട്ടി പിന്തുണയെ ന്യായീകരിച്ച് കൂടുതൽ UDF നേതാക്കൾ രംഗത്ത് വന്നു. ഇന്ന് മുൻകാല തെരഞ്ഞെടുപ്പുകളിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ LDFനായിരുന്നെന്നും ചൂണ്ടിക്കാണിച്ച നേതാക്കൾ ഇതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചു. വെൽഫെയർ പാർട്ടി ഉണ്ടാകുന്നതിന് മുമ്പ് ജമാഅത്ത് ഇസ്ലാമി ആയിരിക്കുന്ന കാലത്ത് ഇടതുപക്ഷ മുന്നണിയോടൊപ്പമായിരുന്നു ജമാഅത്ത് ഇസ്ലാമി ഉണ്ടായിരുന്നത്. അന്ന് ഇടതുപക്ഷത്തിന്റെ CPMന്റെ പ്രധാനപ്പെട്ട പാർട്ടി സെക്രട്ടറിമാരായിരുന്ന സഖാവ് പിണറായി വിജയനും സഖാവ് കോടിയേരി ബാലകൃഷ്ണനും ഒക്കെ നിരന്തരം ജമാഅത്തെ ഇസ്ലാമി നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നു. അവരുമായി വേദി പങ്കിട്ടിരുന്നു. നയപരമായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ UDF സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചാൽ ഞങ്ങൾ എന്തിനു എതിർക്കണം? അത് സ്വാഗതം ചെയ്യല്ലേ വേണ്ടത്. ആ വോട്ട് LDFനായിരുന്നു പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ ഇടതുപക്ഷം അവരെ തോളിലേറ്റി നടക്കുമായിരുന്നു. കിട്ടാത്തത് കൊണ്ടാണ് കിട്ടാത്ത മുന്തിരി പുളിക്കും എന്ന് പണ്ടൊരു കുറുക്കം പറഞ്ഞിട്ടുണ്ട്. ആ കഥയാണ് ഇവിടെ ഓർമ്മ വരുന്നത്. 2019 മുതൽക്കുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും അവർ കോൺഗ്രസിനോടൊപ്പം നിന്നു. സ്വാഭാവികമായിട്ടും കേരളത്തിൽ UDF എന്ന് പറയുന്നത് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണിയായതുകൊണ്ട് ഞങ്ങൾക്ക് പിന്തുണ തന്നു. ആ പിന്തുണ തന്നെയാണ് ഇവിടെ നിലമ്പൂരും പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിലിപ്പോൾ പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. അതിനിപ്പോൾ എന്തോ ഒരു ഭൂകമ്പം നടത്തേണ്ട കാര്യമില്ല. വിവാദങ്ങൾ ഉണ്ടാക്കി അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യാൻ, കമ്മ്യൂണലായിട്ടുള്ള ചേരിതിരിവുണ്ടാക്കി ഇലക്ഷനിൽ ജയിക്കാനുള്ള ഒരു തരംതാണ രാഷ്ട്രീയമാണ് CPM അവലംബിക്കുന്നത്. അപ്പോൾ ഇതിലൊരു യാതൊരു അത്ഭുതവും ഇല്ല. LDFനെ പിന്തുണച്ചാൽ അത് മതേതര കക്ഷിയും, UDFനെ പിന്തുണച്ചാൽ അത് വർഗീയവാദികളും ഭീകരവാദികളുമായി മാറുന്ന ഇത് നമ്മൾ കുറച്ചു കാലമായിട്ട് കാണുന്നതല്ലേ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭീഷണി BJP നേതൃത്വം നൽകുന്ന വർഗീയ ഫാസിസമാണ്. ആ വർഗീയ ഫാസിസത്തിനെതിരെ ആരൊക്കെ അണിനിരന്നാൽ അവരെയൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഒരു ജനമുന്നേറ്റം ഈ രാജ്യത്തെ രക്ഷിക്കാൻ ഉണ്ടാവുക എന്നതാണ്